നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, നിങ്ങൾ പോ. കോൺഗ്രസിനെ പ്രതിരോധത്തിലാഴ്ത്തുന്ന ഏതെങ്കിലും ചോദ്യം വരുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് അത് കൈരളിയുടെ അജണ്ടയാണ്. ബിൽഡപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇമേജ് ഉണ്ട്, അതിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഏത് ചോദ്യം, അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഏത് ചോദ്യം വന്നാലും പെട്ടെന്ന് അതിൽ ഒരു പ്രൊവോക്ഡ് ആയിട്ടുള്ള മറുപടി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ല, ഞാൻ ആരെങ്കിലും വേറെ ചോദിക്കാണ്ട് ചോദിച്ചു. ഒരു തരത്തിലും മറുപടി പറയാൻ തയ്യാറല്ല എന്നുള്ളത് ആദ്യ ചോദ്യം വന്നപ്പോൾ മുതൽ നമുക്ക് വ്യക്തമാണ്. നിങ്ങൾ ചോദിച്ചു, വേറെ ആരെയും ഉണ്ടോ ചോദിക്കാം? നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനത്തെ ആ ഒരു ബോഡി ലാംഗ്വേജിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചോദിക്കേണ്ട, വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ആരെയും ഉണ്ടോ ചോദിക്കാം? നിങ്ങൾ എന്ത് വൃത്തികേടും പറയും എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയും, എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഒന്നുകൂടി ആവർത്തിച്ചു പറയും, എന്ത് വൃത്തികേടും പറയും. കൈരളിയുടെ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് രാജീവ് ചന്ദ്രശേഖർ മുതലായ ആൾക്കാർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നു പെട്ടെന്ന് നമ്മളോട് പ്രൊവോക്കായത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? സാധാരണ രീതിയിലത്തെ പോലെ തന്നെ ഇന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് വരുന്നത്. 11:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായും നമ്മളെല്ലാവരും പ്രതികരണത്തിന് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ അന്വേഷണം അത് കൃത്യമല്ല, അവർ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നീ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതിന് ശേഷം നമ്മൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് കൈരളി ന്യൂസിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഇന്നിപ്പോൾ വന്നൊരു വാർത്തയുണ്ട്, രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു ഈ വിഷയത്തിൽ, സോണിയാഗാന്ധിയുടെ പേരൊക്കെ അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളതിൽ അതൃപ്തി രേഖപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു ചോദിച്ചത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ ചോദ്യത്തിനോട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അദ്ദേഹത്തിന് ആ ചോദ്യം തീരെ താല്പര്യമില്ല എന്നുള്ള കാര്യം. അത് അവാസ്തവമാണ്, അത് തെറ്റാണ്, നിങ്ങൾക്കിഷ്ടമുള്ളതാണോ വാർത്തയെ കൊടുക്കുക, അങ്ങനെ പറഞ്ഞിട്ട് ഉള്ളൊരു പ്രതികരണമായിരുന്നു ആദ്യം വന്നത്. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് MP കൂടുതൽ ചിത്രങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ഫോട്ടോസ് കൂടുതൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ ചിത്രങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായും പ്രൊവോക്ഡായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത്. അതിനുള്ള മറുപടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ വിഷയത്തിൽ മറുപടിയില്ല, നിങ്ങൾ ഈ വിഷയം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ ഒട്ടും തന്നെ നമ്മൾ അതിൻ്റേതായ രീതിയിലാണ് ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള എല്ലാത്തരം ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അതിൽ ഭയങ്കര അസ്വസ്ഥനായി. അപ്പോൾ അതിനുശേഷം പറഞ്ഞു, ഈ വിഷയം ഞാൻ ചോദിച്ചതാണ്, ഈ വിഷയം ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനത്തെ ആ ഒരു ബോഡി ലാംഗ്വേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത്. അതിനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞു, അതിനൊക്കെ എല്ലാ ദിവസവും അത് ചോദിക്കണ്ട. ഇനി നിങ്ങൾ ചോദിക്കേണ്ട, ഞാൻ ആ സമയത്ത് ഈ 2 ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇതിനകം തന്നെ 5 ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇനി ചോദിക്കേണ്ട, വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാമെന്ന ആംഗിളിലായി പിന്നെ അദ്ദേഹം. അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ, ഇന്നലെ അതിന് മറുപടി പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചോദിച്ചു എല്ലാ ചോദ്യം, നിങ്ങൾ 5 ചോദ്യം നിങ്ങൾ ചോദിച്ചോന്ന് അല്ല, നിങ്ങൾ സംസാരിക്കും, എന്നിട്ട് പറയാം. വേറെ ആരെയും ഉണ്ടോ ചോദിക്കാൻ? അപ്പോൾ ഇത് ഈ ചോദ്യത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ട് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ ചോദിക്കട്ടെ എന്ന് ഞാനും കരുതി. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായില്ല. അതിനുശേഷം ഈ മറ്റ് വിഷയങ്ങൾ, സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് വിഷയങ്ങളൊക്കെ ബാക്കിയുള്ളവർ ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുന്നൊരു വിഷയം. അതായത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു വിഷയം അദ്ദേഹം ഇതിനു മുൻപ് പ്രതികരണമായി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഈ ചോദ്യത്തിനിടയിൽ വരികയും ചെയ്തു. അപ്പോൾ അതിൽ ഈ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ ആ കേസ് കഴിഞ്ഞ ദിവസം വരുന്നൊരു സാഹചര്യത്തിൽ ആ കേസിൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുമ്പോൾ അങ്ങനെ കടകംപള്ളി സുരേന്ദ്രൻ ഇത് കട്ടിട്ടുണ്ട് എന്നല്ല താൻ പറഞ്ഞത്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നല്ല താൻ പറഞ്ഞത് എന്ന രീതിയിൽ കോടതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് നിലപാട് മാറ്റിയോ ഈ വിഷയത്തിൽ എന്നുള്ളതായിരുന്നു ഞാൻ അടുത്ത് ചോദിച്ച ചോദ്യം. അപ്പോൾ അതിൽ ഭയങ്കരമായും അസ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ പോരാ, നമ്മളെ അധിക്ഷേപിക്കുക, ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളമാണ്. ആദ്യം എന്നെ പറഞ്ഞു, അതായത് കൈരളി റിപ്പോർട്ടർ എന്ന നിലയിൽ നമ്മളെ മോശക്കാരാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതിനുശേഷം എൻ്റെ സ്ഥാപനത്തെ കൈരളി ചാനലിനെ പോലും മോശമാക്കുന്ന രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും കൈരളി ചാനൽ എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടും പറയും, എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരു ചാനലാണ് എന്ന രീതിയിൽ. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളം.
ഞാൻ വീണ്ടും ആവർത്തിച്ച് പച്ചക്കള്ളാണ്. കൈരളി എന്തും പറയും, എന്ത് വൃത്തികേടും പറയും. ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ്. ആ ഒരു കാരണവശാലും പിൻവലി. നിങ്ങളൊന്ന് അപ്പം ഞാൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു അങ്ങ് ആ പറഞ്ഞ പരാമർശം പിൻവലിക്കണം. ഞാൻ വ്യക്തിപരമായിട്ടല്ല അങ്ങയോട് ചോദ്യം ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള പോസ്റ്റിൽ അങ്ങ് ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അങ്ങ് മറുപടി പറയേണ്ടതാണ്. അപ്പോഴാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, അല്ല അങ്ങനെയല്ല, നിങ്ങൾ എന്ത് വൃത്തികേടും പറയും എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയും, എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു. എന്ത് വൃത്തികേടും പറയും. ഒന്നുകൂടി ആവർത്തിച്ചു പറയും, എന്ത് വൃത്തികേടും പറയും. അതിനൊപ്പം തന്നെ ഈ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വീണ്ടും ചോദിക്കുമ്പോൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഫോട്ടോ വന്നില്ലേ എന്ന തരത്തിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മറു ചോദ്യമാണ്, നിങ്ങൾ പറയണത് ശരിയാണെങ്കിൽ അങ്ങനെയാണ് ഒരു ഷെയ്ഡി ക്യാരക്ടറെ മുഖ്യമന്ത്രി അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തത്. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വന്നത് എങ്ങനെയാണ്? അതൊരു പൊതുപരിപാടിയാണ്. വീട്ടിൽ പോയി സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ ഇടത്ത് വെച്ച് സന്ദർശിക്കുകയോ അങ്ങനെയൊന്നുമല്ല. അതൊരു പൊതുപരിപാടിയാണ്. പക്ഷെ അത് അദ്ദേഹം ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അറിയില്ലല്ലോ. ആ അടൂർ പ്രകാശിനൊപ്പം വന്ന ചിത്രങ്ങൾ, സോണിയാഗാന്ധിക്കൊപ്പം വന്ന ചിത്രങ്ങൾ, അതിനെ അദ്ദേഹം കൗണ്ടർ ചെയ്യുന്നത് ഏക വാക്ക് മുഖ്യമന്ത്രിക്കൊപ്പം വന്ന ചിത്രം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് പൊതു ഇടത്തിൽ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ നടന്ന ഒരു പരിപാടിയുടേതാണെന്ന്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇത് തന്നെയാണ് നിങ്ങൾ ഇനി ചോദിക്കേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം മുഖം തന്നില്ലെന്ന് മാത്രമല്ല, നമ്മളെ പുച്ഛിക്കുന്നതിന് തുല്യമായിട്ട് ഞാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംഘടനാ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് ഞാനാണ് ചോദിക്കുന്നതെന്ന് കാണുമ്പോൾ നേരെ തിരിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അവരുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി നൽകാനില്ല എന്നൊരു ലൈനായിരുന്നു ആ പത്രസമ്മേളനത്തിൽ പിന്നെ സ്വീകരിച്ചത്. അത് അതിൻ്റെ അവസാനം വരെയും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി തന്നിട്ടില്ല. യഥാർത്ഥത്തിൽ സേഫ് സോൺ പിടിക്കല്ലേ പ്രതിപക്ഷ നേതാവ് ചെയ്തത്? കാരണം ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നവരാരും ചോദിച്ചില്ല. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കേണ്ട, എനിക്ക് അതിന് മറുപടി ഇല്ല, അതുകൊണ്ട് അത് വേറെ ആരും ചോദിക്കത്തുമില്ല എന്നുള്ളൊരു ധൈര്യത്തിലല്ലേ കൈരളിയോട് ചോദിക്കരുത്? ആ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ അദ്ദേഹം നിശബ്ദനായത്? അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ അതിനിടയിൽ ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങേക്ക് താല്പര്യമുള്ള മറുപടി പറയാൻ താല്പര്യമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, അല്ലാത്ത ചോദ്യങ്ങളും ഉണ്ടാകില്ലേ? എന്നാൽ നിങ്ങൾ പോയി എഴുതിക്കോളൂ, എൻ്റെ VD സതീശന് ഉത്തരം മുട്ടി എന്ന രീതിയിൽ വാർത്ത കൊടുത്തോളൂ എന്നുള്ളതായിരുന്നു അതിലുള്ളൊരു മറുപടി. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി നമ്മൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ പോകുന്ന വ്യക്തിയാണ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ ഒക്കെ പോകുന്ന വ്യക്തികളാണ്. അപ്പം നമുക്കറിയാം, പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് എതിർത്ത് അല്ലെങ്കിൽ പുള്ളിയോട് ഏതെങ്കിലും വിഷയത്തിൽ പുള്ളിയിൽ നിന്നും ഉള്ളൊരു മറുപടി, അത് പുള്ളി ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു രീതി, അത് കൈരളിയിൽ നിന്നല്ലാതെ ഭൂരിഭാഗം മറ്റു മാധ്യമങ്ങളിൽ നിന്നുണ്ടാകുന്നത് കുറവാണ്. അത് ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിൽ, അദ്ദേഹം ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കാരണം പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതായിരുന്നു പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് ആ കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്കിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പുറത്ത് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം ഒരു തരത്തിലും മറുപടി പറയാൻ തയ്യാറല്ല എന്നുള്ളത് അദ്ദേഹം ആ പറയാനുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ച് ആദ്യ ചോദ്യം വന്നപ്പോൾ മുതൽ നമുക്ക് വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, കഴിഞ്ഞ ദിവസം ശശി തരൂർ യോഗത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയം, അതൊക്കെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. പക്ഷേ അല്ലാത്ത തരത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാഴ്ത്തുന്ന ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തനിക്ക് മറുപടി ഉണ്ടാകില്ല. അത് അങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്നൊരു വാക്കെന്ന് പറയുന്നത് അത് കൈരളിയുടെ അജണ്ടയാണ് എന്നൊരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടേ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് VD സതീശൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ആണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ അദ്ദേഹം എന്താ പറയുക എന്നിങ്ങനെ ചോദിക്കുന്നത് കേട്ടു. അപ്പം പലരെയും റിപ്പോർട്ട് ചെയ്യാൻ പോകാറുണ്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ, മന്ത്രിമാരുടെ വാർത്താ സമ്മേളനങ്ങൾ, പ്രതിപക്ഷ നേതാവിൻ്റെ, അങ്ങനെ വിവിധ തരത്തിൽ സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ ബന്ധപ്പെടുന്ന രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ, ഇവരുടെയൊക്കെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോകാറുണ്ട്, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ മറ്റുള്ളതിൽ നിന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർ, ഇവരിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം
അങ്ങനെ എന്തെങ്കിലും മുഖ്യമന്ത്രി അങ്ങനെ ഈ എതിരെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് ഉത്തരമില്ല എന്നൊക്കെ പറയാറുണ്ടോ? അങ്ങനെയില്ല. മുഖ്യമന്ത്രി സാധാരണ സ്വീകരിക്കുന്നൊരു പതിവ് അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്, അദ്ദേഹം ഏതെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നിരവധി കാര്യങ്ങൾ സർക്കാരിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ദിവസങ്ങളായിരിക്കും പ്രധാനമായിട്ടും മീഡിയ കാണുന്നത്, വാർത്താ സമ്മേളനം നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം ഏതാണെങ്കിലും അതിൽ അദ്ദേഹം ഇപ്പോൾ വേർതിരിച്ച് കണ്ടിട്ടല്ല, അത് കൈരളി ചോദിച്ചാൽ മാത്രമേ മറുപടി പറയൂ എന്നുള്ളൊരു സമീപനം അദ്ദേഹത്തിനില്ല. കൈരളി ചോദിക്കുന്നതിനേക്കാൾ മറ്റുള്ള ചാനലുകൾ ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ അവർക്കാണ് കൂടുതൽ കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ചും ഓരോ ആഴ്ചകളിലും ഓരോ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെല്ലാം മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് മറുപടി പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അദ്ദേഹം പോകാൻ നേരത്ത് പറയുകയും ചെയ്യും, ഇനി ഞാൻ മറുപടി പറഞ്ഞില്ല എന്ന് നിങ്ങൾ ആരും പറയരുത് എന്ന് പറഞ്ഞിട്ടൊരു ആ രീതിയിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് പോകുന്നത്. അത് കഴിഞ്ഞ വാർത്താ സമ്മേളനങ്ങളൊക്കെ ഞാൻ മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോഴും അവരെല്ലാവരും പറയുന്നതാണ്, നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതിന് കൃത്യമായ രീതിയിൽ വാല്യൂ തന്ന് അദ്ദേഹം മറുപടി പറഞ്ഞാണ് പോകുന്നത്. കാരണം ആ ഒരു സ്പേസ് അവിടെ ഉണ്ട്, അങ്ങനെ ഒരു സ്പേസ്. അത് എല്ലാ ദിവസവും മുഖ്യമന്ത്രി മീഡിയ കാണുന്നില്ല എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ കാണുന്ന ദിവസങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും പരമാവധി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അതിപ്പോൾ മന്ത്രിമാരുടെ കാര്യത്തിലും മന്ത്രിമാരും അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെച്ചല്ല മീഡിയ കാണുന്നത്, ഇത്ര സമയം അങ്ങനെയൊന്നുമില്ല. അവർ മീഡിയ കാണുന്ന സമയത്ത് കാര്യങ്ങളിൽ എല്ലാത്തിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകി തന്നെയാണ് പോകുന്നത്. സ്വാഭാവികമായും വിയോജിപ്പുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. വിയോജിപ്പുള്ള ചോദ്യങ്ങളിലും അതിൽ എന്താണ് വസ്തുത അത് പറഞ്ഞാൽ മതി. അതാണ് സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ അതിൽ എന്താണ് വസ്തുത എന്ന് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ആ വസ്തുത പുറത്തു വന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊവോക്കേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഒരു തരത്തിലും നമ്മളുടെ ചോദ്യങ്ങളോട് പോയിട്ട് നമ്മളോട് തന്നെ വളരെ മോശമായ രീതിയിലുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അത് പൊതുവേ മറ്റാരിൽ നിന്നും അങ്ങനെ ഇത്രത്തോളം അസഹിഷ്ണുത കണ്ടിട്ടില്ല. ഈ പറയുന്നത് പോലെ നേരത്തെ നവജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്നടക്കം ഇങ്ങനൊരു പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഭൂരിഭാഗം സമയങ്ങളിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ അതിൻ്റേതായിട്ടുള്ള വസ്തുതകൾ വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പൂർണ്ണമായും അവർക്ക് കൗണ്ടർ ചെയ്ത് സംസാരിക്കാനും കഴിയുന്നില്ല. അങ്ങനെയുള്ള അവർക്ക് തിരിച്ചൊന്നും ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രൊവോക്ഡ് ആകുക, ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുക, അവരുടെ മാധ്യമ സ്ഥാപനത്തെ അധിക്ഷേപിക്കുക, അങ്ങനെയുള്ളൊരു രീതി പൊതുവെ പ്രതിപക്ഷ നേതാവിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഇതൊരു പാറ്റേണാണ്. ഇപ്പം ഇതേ പാറ്റേൺ തന്നെ നേരത്തെ പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും കൈരളിയുടെ നേർക്കുണ്ടായിട്ടുണ്ട്. അന്ന് സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള ചോദ്യങ്ങളോടാണ് സംസ്ഥാന അധ്യക്ഷൻ മുഖം തിരിച്ചു നടന്നത്. അതേപോലെ തന്നെ VD സതീശൻ പറഞ്ഞിട്ടുള്ള പല വ്യാജ വസ്തുതകളെയും പൊളിച്ചടുക്കിയിട്ടുള്ള കൈരളിയാണ്. ആ ഒരു ദേഷ്യമാണോ ഈ കൈരളിയോടും കൈരളിയുടെ മാധ്യമ പ്രവർത്തകരോടും പ്രതിപക്ഷ നേതാവ് എപ്പോഴും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്? അത് സ്വാഭാവികമായും അങ്ങനെയൊരു വിരോധം അദ്ദേഹത്തിന് കൈരളിയോടുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കാരണം സ്വാഭാവികമായും നമ്മൾ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ UDF വിരുദ്ധ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്നും വാർത്ത ചെയ്യാൻ പറ്റില്ല. അതിലുള്ള ആ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്ത വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായ രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്ത് തന്നെയാണ് വാർത്തകൾ നൽകുന്നത്. ഈ വാർത്തകൾ നൽകുന്ന സമയത്ത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിലേക്ക് അത് നീളുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം വല്ലാത്ത രീതിയിലൊരു അസ്വസ്ഥതയാണ് പ്രകടിപ്പിക്കുന്നത്. മറ്റ് ചിലരുടെ ഭാഗത്ത് നിന്നൊക്കെ അവർക്കൊക്കെ ഇതിൽ ഓരോ വ്യക്തികൾക്കെതിരെയും നമ്മൾ ഇപ്പോൾ വാർത്തകൾ ഏതെങ്കിലും കോൺഗ്രസ്സിൽ, അതായത് പ്രതിപക്ഷ ഭാഗത്തുള്ള ആർക്കെതിരെയും നമ്മൾ വാർത്തകൾ നൽകുന്ന സമയത്ത് അവരുടെയൊക്കെ പ്രതികരണം നമ്മൾ ആരായാറുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട് ഇതിൽ അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല, നിങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊക്കെ അവസാനിപ്പിക്കുന്ന ചിലരെങ്കിലും ആ ഭാഗത്തുണ്ട്. പക്ഷേ അപ്പോഴും ഇദ്ദേഹം സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ആ വിഷയത്തിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിലല്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം. അത് കൈരളിയോടുള്ളൊരു ശത്രുതാ മനോഭാവം, അതാണ് അദ്ദേഹത്തിൻ്റെ പൊതുവെയുള്ള പ്രതികരണങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. അത് കൂടുതലായും കൈരളി അവർക്കെതിരെ വാർത്ത ചെയ്യുന്നു, കൈരളിയാണ് ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏത് ചോദ്യം ചോദിച്ചാലും നൽകുന്നൊരു മറുപടി. കൈരളിയുടെ അജണ്ടയാണ്, കൈരളി അജണ്ട സെറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. കൈരളി അജണ്ട സെറ്റ് ചെയ്തല്ല, എന്താണോ വസ്തുത, എന്താണോ പുറത്തു വരുന്ന വിവരങ്ങൾ അത് ക്രോസ് ചെക്ക് ചെയ്ത് അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത നൽകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പൊതു സമീപനം ഇങ്ങനെയാണ്. കൈരളിയുടെ അജണ്ട എന്ന് പറയുന്നത് സത്യം പുറത്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വസ്തുതകളെ പറ്റി ചോദിക്കുക എന്നുള്ളതാണ്. ആ ചോദ്യങ്ങളെയാണോ പ്രതിപക്ഷ നേതാവ് ഭയക്കുന്നത്?
തനിക്ക് ഇഷ്ടപ്പെട്ട, തനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുക എന്നൊരു ലൈൻ തന്നെയാണോ ഈ മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കാറുള്ളത്? അതെ, പൊതുവേ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ചോദ്യങ്ങളോട് അദ്ദേഹം ആദ്യം ഒരു മറുപടിയൊക്കെ നൽകുമായിരിക്കും. പക്ഷെ ആദ്യത്തെ ആ മറുപടിക്ക് അപ്പുറത്തേക്ക് കൂടുതൽ ചോദ്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ തന്നെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇമേജ് ഉണ്ട്, അതിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം അങ്ങനെ പെട്ടെന്ന് പ്രൊവോക്ഡ് ആകും. ഏത് ചോദ്യം, അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഏത് ചോദ്യം വന്നാലും പെട്ടെന്ന് അതിൽ ഒരു പ്രൊവോക്ഡ് ആയിട്ടുള്ള മറുപടി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അത് ഈ ചോദിക്കുന്ന വ്യക്തിയുടെ കുഴപ്പമല്ല, പക്ഷേ ആ ചോദ്യം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു രീതി എന്ന് പറയുന്നത്.